യുഎസിൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ നേടുന്നവരെ ഗ്രീൻ കാർഡിന് അയോഗ്യരാക്കുന്ന പുതിയ നിയമം നടപ്പിലാക്കിയേക്കും. ഇത് സംബന്ധിച്ച് യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ചട്ടങ്ങൾ തയ്യാറാക്കി ഓഫീസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സിന് സമർപ്പിച്ചു. ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നിർദ്ദേശപ്രകാരം പ്രമേഹം അല്ലെങ്കിൽ അമിതവണ്ണം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള വിദേശ പൗരന്മാർക്ക് യുഎസ് വിസയും സ്ഥിരതാമസവും നിഷേധിക്കാമെന്ന് സർക്കാർ നിർദ്ദേശത്തിൽ പറയുന്നു. ലോകമെമ്പാടുമുള്ള അമേരിക്കൻ എംബസികൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഈ മാർഗനിർദ്ദേശങ്ങൾ അയച്ചതായി റിപ്പോർട്ടുണ്ട്. എല്ലാ വിസ അപേക്ഷകൾക്കും ഈ മാർഗനിർദ്ദേശം ബാധകമാണെങ്കിലും പ്രാഥമികമായി സ്ഥിരമായി യുഎസ് താമസം ആഗ്രഹിക്കുന്നവരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ഒരു മുതിർന്ന അഭിഭാഷകൻ പറയുന്നത്. ഹൃദ്രോഗം, പ്രമേഹം എന്നിവയ്ക്ക് പുറമെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, നാഡികളുമായി ബന്ധപ്പെട്ട തകരാറുകൾ ഉള്ളവർ, മാനസികാരോഗ്യനില ബുദ്ധിമുട്ടുള്ളവർ എന്നിവർക്കെല്ലാം വിലക്ക് വീഴും. അമിതവണ്ണമുള്ളവരെ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ യുഎസിലേക്ക് കടത്തിവിടാവൂ എന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. അമിതവണ്ണമുള്ളവർക്ക് ക്രമേണ ആസ്മ, ഉറക്കക്കുറവ്, രക്തസമ്മർദ്ദം എന്നിവ ഉണ്ടായേക്കുമെന്ന് ചട്ടത്തിൽ പറയുന്നു. ആരോഗ്യമില്ലാത്ത വ്യക്തികൾ യുഎസിലേക്ക് എത്തിയാൽ അത് രാജ്യത്തിന് ബാധ്യതയാകുമെന്നും അത് ഒഴിവാക്കണമെന്നുമാണ് നിർദ്ദേശം. വ്യാഴാഴ്ച മുതലാണ് പുതിയ മാർഗനിർദ്ദേശം വിസ ഓഫീസുകൾക്ക് കൈമാറിയത്. വിസ അനുവദിക്കുന്നതിനായി ആരോഗ്യ പരിശോധനകൾ നേരത്തെയും നിലവിലുണ്ടായിരുന്നുവെങ്കിലും ക്ഷയരോഗം പോലെ പകരാൻ സാധ്യതയുള്ള രോഗമുള്ളവരുടെ അപേക്ഷകളെ നിരസിച്ചിരുന്നുള്ളൂ. പുതിയ ചട്ടപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള അസുഖബാധിതർക്ക് സ്വയം അവരുടെ ചികിത്സാ ചെലവ് കൂടി വഹിക്കാനുള്ള ശേഷിയും പരിശോധിക്കും. പൊതു ആരോഗ്യ സംവിധാനത്തെ ആശ്രയിക്കാതെ നിലനിൽക്കാൻ പ്രാപ്തരായവരെ മാത്രമേ രാജ്യത്തേക്ക് പ്രവേശിപ്പിച്ചാൽ മതിയെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.